أجمعين. يا زينة الكون بجده وافرا يا بهجة الدارين كل ناصرا يا غافر العاصين كل وافرا جدني بجودك ارضني برضاك يا سيدي مددي سندي ويا مددي مؤيدي مددي أمضي على سددي مسيدي سددي أهدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين بخمسة نكتفي بها وباء الهاتما المصطفى والمرتضى وإمامنا والفاطمة ഇഷ്ടം മദീന നിഷ്കും മദീന മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന നിഷ്കും മദീന മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മഹിമോബിൻ മദീന അനുരാഗം മദീന കനിമേകും മദീന മോഹം മദീന മഹിമോബിൻ മദീന അനുരാഗം മദീന കനിമേകും മദീന ഇഷ്ടം മദീന ഇഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന നബിയോരെ കാണാത്ത കണ്ണെന്തിന ആസ്വരം കേൾക്കാത്ത കാലെന്തിന നബിയോരെ കാണാത്ത കണ്ണെന്തിന ആസ്വരം കേൾക്കാത്ത കാലെന്തിന തിരുവൂരെ പാദം മണിതരിയാക കഴിയാത്ത ദുരദഭാഗ്യന ഇഷ്ടം മദീന ഇഷ്കും മദീന മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന ഇഷ്ടം മദീന ഇഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മുശാവറ അംഗവുമായ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ ഉസ്താദ് അവர்கள், ഈ സദസ്സിന് ദുആ നിർവഹിച്ച ബഹുമാന്യനായ പരപ്പനങ്ങാടി ഖാദി സയ്യിദ് മുഹമ്മദ് കോയ ബാലവി തങ്ങൾ, ഈ സദസ്സിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതെന്ന് പാണക്കാട് കുടുംബത്തിലെ പ്രകാശ പ്രഭ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയിലെ സജീവ സാന്നിധ്യമായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക് ആവേശവും ഉന്മേഷവുമായ എന്തിനേറെ തെക്കൻ കേരളത്തിലെ ഈ കഴിഞ്ഞ ഒരു വലിയ പ്രോഗ്രാമിൽ ഏകദേശം ഒരാഴ്ചയോളം ഒരു യാത്ര തന്നെ നടത്തി യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത് മുസ്ലിം കൈരളിക്ക് അഭിമാനമായി മാറിയ ബഹുമാനപ്പെട്ട സയ്യിദ് സാബിർ ഖാദി ശിഹാബ് തങ്ങൾ അവர்கள்
ബഹുമാനനായ KPC തങ്ങൾ സംതൃപ്തിയിലുമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ നേട്ടങ്ങളും അല്ലാഹുവിന്റെ പരസരത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പാപഭംഗിലമായ ഹൃദയത്തെ കഴുകി വെടുപ്പാക്കി പ്രകാശത്തിന്റെ പ്രഭ പരത്തിയിട്ട് ലോകത്തിൽ നിന്ന് വിട പറയുന്ന ഭാഗ്യം അല്ലാഹു നമ്മുടെ മരണത്തിലൂടെ തെരുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരുകളില്ലാത്ത പ്രേമത്തെ, സ്നേഹത്തെ, ഇഷ്ടത്തെ സംബന്ധിച്ചാണ്. ആ ഇഷ്ടവും ആ പ്രേമവും ആ ബന്ധവും അല്ലാഹു നമ്മുടെ മനോനഗരത്തിൽ നിറച്ചു തെരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മംഗലാപുരം, കാസർഗോഡ് ഭാഗങ്ങളിൽ പരിപാടി വളരെ കുറച്ച് കൊടുക്കാറുള്ളൂ എങ്കിൽ പോലും ഒന്ന് രണ്ട് പരിപാടികൾക്കിടയ്ക്ക് വന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരാളിപ്പോൾ ഉണ്ടോ എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് സംശയമാകും. അതുകൊണ്ട് ഒന്ന് യാത്ര, മറ്റൊന്ന് സംഘാടകരുമായുള്ള പരിചയക്കുറവ്, മറ്റൊരു സ്റ്റേറ്റിലേക്ക് ആകുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, പിന്നെ ഞാനെപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാലും ചെറിയൊരു വർഗീയ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടായതിനു ശേഷമായിരിക്കും വരുന്നത്. എപ്പോഴും അങ്ങനെയാണ്. സുല്യയിൽ വന്നപ്പോഴും അങ്ങനെ, ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഡിസംബർ 6-മായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചെറിയ പ്രശ്നം. അല്ലാഹു അതൊക്കെ മാറ്റി നമ്മൾ തിരിച്ചറിയുന്ന സാഹോദര്യത്തിന്റെ പൂർണ്ണരാകാനുള്ള നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടിയായിട്ടാണ് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തത്. പാണക്കാട് കുടുംബത്തിന്റെ സാഹോദര്യത്തിന്റെ നക്ഷത്രമാണ്. ഏറ്റവും അധികം ചൊവ്വാഴ്ച ദിവസം പാണക്കാട് കുടുംബത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ സാധിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഹൈന്ദവരെ, ക്രൈസ്തവരെ ഒക്കെ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വീടില്ല, മകളെ നിക്കാഹ് കഴിപ്പിച്ചയക്കാൻ നിവർത്തിയില്ല, രോഗത്തിന് ചികിത്സിക്കാൻ വകയില്ല എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി ആളുകൾ മതം നോക്കാതെ അവിടെ ചെല്ലുകയും അതിലേറെ സമൃദ്ധിയോടെ ബഹുമാനപ്പെട്ടവർ സ്വീകരിക്കുകയും ആ പാത തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സയ്യിദുമാരും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് നിങ്ങൾ കണ്ടതാ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ അയ്യപ്പ ഭക്തന്മാരോട് ഒപ്പം ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. വാട്സപ്പ്, യൂട്യൂബ് ഒക്കെ നോക്കുമ്പോൾ വെറുതെ വാക്കവിമാരെ കൊല്ലുന്നത് മാത്രം നോക്കിയാൽ പോരെ, ഇടയ്ക്കിടയ്ക്ക് നല്ലതും കൂടെ നോക്കണം. മുനവ്വർ ശിഹാബ് തങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ വാഴയിലയിൽ ഭക്ഷണം ഇട്ടിട്ട് കഴിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരു പ്രഭാഷണത്തിന് ഇപ്പോൾ 2 ആഴ്ച മുമ്പ് പോയി. ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളായിരുന്നു അവിടെ ഉദ്ഘാടനം. അവിടെ ഞങ്ങളെ സ്വീകരിച്ചത് അവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ ഇളനീര് നൽകിയിട്ടായിരുന്നു സ്റ്റേജിൽ സ്വീകരിച്ചത്. അപ്പൊ അങ്ങനെ സാഹോദര്യത്തിന്റെ പല ഭാഗങ്ങളും തിളങ്ങി നിൽക്കുമ്പോൾ അത് കർണാടകയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് അൽഹംദുലില്ലാഹ് ഈ അടിയാറിലെ പ്രോഗ്രാമിലൂടെ പാണക്കാട് കുടുംബത്തിന്റെ പ്രകാശ ബിന്ദുവിനെ നാട്ടിവെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. അല്ലാഹു എല്ലാ പ്രശ്നങ്ങൾക്കും പരിസമാപ്തി തന്ന് സാഹോദര്യവും സന്തോഷവും അല്ലാഹു നമുക്ക് നിറച്ചു തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമവും ഇഷ്ടവും ബന്ധവും സ്നേഹവും ഒക്കെയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് ശപിച്ച ഒരു വ്യക്തിയുണ്ട്. ഖുർആനിന്റെ ചരിത്രത്തിൽ അത്രത്തോളം പേരെടുത്ത് ശാപമേറ്റു വാങ്ങിയ മറ്റൊരാളില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ 6666 ആയത്തുകളിലൂടെ നൂറുകണക്കിന് ചരിത്രങ്ങളും സംഭവങ്ങളും അത്ഭുതങ്ങളും അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിക്കുമ്പോൾ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ പേരെടുത്ത് ശാപം പറഞ്ഞ ഇത്രത്തോളം ഗാംഭീര്യതയിൽ ശാപം പറഞ്ഞ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ലോക ചരിത്രത്തിൽ ഫിറഔൻ മരണപ്പെട്ടപ്പോ, നമ്രൂദ് മരണപ്പെട്ടപ്പോ, ഹാമാൻ മരണപ്പെട്ടപ്പോ, ഖാറൂൻ മരണപ്പെട്ടപ്പോ, അതിനുശേഷം പിൽക്കാലത്ത് അഡോൾഫ് ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരുടെ രക്തമൂറ്റി കൊടുക്കുന്ന അധികാരി വർഗത്തിന്റെ സോപാനത്തിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവരെ ചവച്ചരച്ചു പോയവരൊക്കെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ പോലെ ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പാകട്ടെ പിൻപാകട്ടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്താളുകളിൽ. എന്നാൽ ഒരിക്കലും അയാള് എങ്ങനെയാണ് നായ കടിച്ചിട്ടാണോ, വനജന്തുക്കൾ വന്ന് കടിച്ചു കീറിയിട്ടാണോ, അതേ ശരീരം ഒരു ഭാഗത്തിലിടന്ന് പുഴുത്തു മാറിയിട്ടാണോ ചത്തൊടുങ്ങിയതെന്ന് അറിയാൻ കഴിയാത്ത ഒരേ ഒരാൾ മാത്രമേ ലോകത്ത് വിട പറഞ്ഞിട്ടുള്ളൂ. അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് ശപിച്ച ഈ ഒരു വ്യക്തിയാണ്.
ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ആ വ്യക്തിയുടെ പേരും ആ വ്യക്തിയുടെ ചരിത്രവും ആ വ്യക്തി എങ്ങനെയാണ് ഈ ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് എത്തിയത് എന്നും പറയുമ്പോഴാണ് മംഗലാപുരം അടിയാർ തടിച്ചുകൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനോമകരത്തിന്റെ ഉള്ളറയിൽ നിന്ന് സിനിമാ താരങ്ങളുടെ ചിത്രവും കായിക താരങ്ങളുടെ ചിന്തകളും ഒക്കെ മാറി മറിഞ്ഞിട്ട് അറിയാതെ ഈ അടിയാർ നിന്നുകൊണ്ട് അടിച്ചു വീശുന്ന കടലോരത്തിന്റെ പുഴയുടെ ചെറിയ തെന്നലിന്റെ സുഖം മറന്നുകൊണ്ട് മദീനയുടെ സുഹൃത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെ എത്തിപ്പോകുന്നത് ആ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ബൽആബിനെ ബാഹൂറയെ ശപിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ നന്ദികെട്ടവരെ ശപിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർക്കെതിരെ നടന്നുപോയവരെ ശപിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോക ചരിത്രത്തിൽ അല്ലാഹുവിനും അവന്റെ ഹബീബിനും എതിരായ ഒരുപാട് ആളുകളെ ഫിറഔൻ ഉൾപ്പെടെ നമ്രൂദ് ഉൾപ്പെടെ ഒരുപാട് ആളുകളെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൊന്നൊടുക്കിയ ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു വല്ലാത്ത ഭയാനകരമായ രംഗമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രബോധനത്തിന്റെ പ്രഥമ കവാടം തുറന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്നലെ വരെ അല്ലമീൻ എന്ന വിശ്വസനം നിർമ്മിച്ചിരുന്ന സത്യസന്ധൻ എന്ന് വിളിച്ചിരിക്കുന്ന ജനസാഗരത്തെ നോക്കിയിട്ട് ആകാശത്തെ പടച്ച, ഭൂമിയെ പടച്ച, പ്രപഞ്ചത്തെ പടച്ച, പർവ്വതങ്ങളെ പടച്ച, പറവകളെ പടച്ച, പച്ചിലകളെ പടച്ച, പ്രപഞ്ചത്തിന്റെ സർവ്വവസ്തുക്കളെയും മകപ്പെരുകളെയും മുത്തിനെയും പവിഴത്തെയും മാണിക്യത്തെയും അമൂല്യമായ നിധിശേഖരങ്ങളെയും പടച്ച അല്ലാഹു പടച്ചതമ്പുരാനെന്ന് ഏകദൈവമുണ്ട് എന്ന് കാരുണ്യവാനായ പടച്ചതമ്പുരാനെ സംബന്ധിച്ച് ആദ്യമായി പ്രഭാഷണത്തിന്റെ പ്രഥമ കവാടം അല്ലാഹുവിന്റെ റസൂൽ വടക്കെ തുറന്നു കൊടുക്കുമ്പോ ആ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾപ്പെട്ട ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുമ്പോ അതിൽ നിന്ന് ഒരാൾ മാത്രം എഴുന്നേറ്റ് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, ഏ മുഹമ്മദേ നീ നശിച്ചു പോകുമെന്ന, ഏ മുഹമ്മദേ നീ നശിച്ചു പോകും. അതിൽ നിന്ന് ഒരാൾ മാത്രമാണ് ആ ഒരു വീര്യമുള്ള വാക്ക് പറഞ്ഞത്. ആ ഒരു വാക്ക് കേട്ടോടുകൂടി ആകാശങ്ങൾക്ക് കലിയടക്കാനായില്ല, ഭൂമിക്ക് കലിയടക്കാനായില്ല, പർവ്വതങ്ങൾക്ക് കലിയടക്കാനായില്ല. അവരെയൊക്കെ പടച്ചു വെച്ച കാരുണ്യവാനായ അല്ലാഹു പടച്ചതമ്പുരാൻ ഏറ്റവും വലിയ കോപം ആ വ്യക്തിയോടുണ്ടായി. ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാ. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറന്നിറങ്ങിയിട്ട് മക്കാമണ്ണിന്റെ പ്രിയപ്പെട്ട ജനസാഗരത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ തലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ അല്ലാഹുവിന്റെ ഖുർആന്റെ ശാപമായ മഴ ഇങ്ങനെ വർഷിക്കുകയാ. തബ്ബല്ലക യാ മുഹമ്മദ്, ഏ മുഹമ്മദേ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞ അബൂ ലഹബിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബേ നശിച്ചു പോയതാരെന്നറിയുമോ? ലോകം പിഴയ്ക്കാൻ കാരണക്കാരായ എന്റെ പ്രവാചകരല്ല അബൂ ലഹബേ നശിച്ചു പോയിരിക്കുന്നത്. നശിച്ചതാരെന്നറിയുമോ? അബൂ ലഹബിന്റെ കരങ്ങളാ നശിച്ചത്. അബൂ ലഹബിന്റെ കുടുംബമാ നശിച്ചത്. അബൂ ലഹബിന്റെ ശരീരമാ നശിച്ചു പോയത്. അബൂ ലഹബിന്റെ നാശത്തെ കുറിച്ച് നിർത്തുന്നില്ല. ഏറ്റവും വലിയ ആളി പറന്നുകൊണ്ടിരിക്കുന്ന നരകാഗ്നിയാണ് അബൂ ലഹബിനെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ പറഞ്ഞ ശാപം അബൂ ലഹബിനെ പിടിവിട്ടുപോയല്ലോ. ആ ഖുർആൻ പറഞ്ഞ നാശം അബൂ ലഹബിനെ പിടിവിട്ടുപോയല്ലോ. എന്തിന്റെ പേരിലാ ആ നാശം അബൂ ലഹബിനുണ്ടായത്? എന്തിന്റെ പേരിലാ അങ്ങനെ ഒരു സംഭവം അബൂ ലഹബിന് സംഭവിച്ചു പോയത്? എന്റെ പ്രിയമുള്ളവരെ, ലോകത്താറ് എങ്ങനെയാണ് ചത്തരെന്നറിയാറ്, എങ്ങനെയാണ് മരിച്ചതെന്നറിയാത്ത രീതിയിൽ അബൂ ലഹബ് ലോകത്തിരുന്ന് ചത്തുടങ്ങി പോയെന്ന് ചരിത്രം പറയുകയാ. ശരീരത്തിന് ദുർഗന്ധം പുറത്തു വന്നപ്പോ ഒരു ചാക്കിൽ കിട്ടിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ അബൂ ലഹബിനെ ചുമന്നുകൊണ്ടുപോയത്രേ. എന്നിട്ട് പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് വലിച്ചെറിയുകയാണ്.
വലിച്ചെറിഞ്ഞപ്പോ കടുവ കടിച്ചതാണോ, പുലി പിടിച്ചതാണോ, താണവം വീണ പാറയിൽ തലപൊട്ടിക്കെട്ട് തകർന്നതാണോ, അനിലിന്റെ പ്രിയമുള്ളവരെ അറിയില്ല. ഇങ്ങനാണ് അബൂ ലഹബ് ലോകത്തിലും വിട പറഞ്ഞതെന്നറിയാറ്. ലോകചരിത്രത്തിൽ അങ്ങനെ ഒരു വിയോഗം കിടക്കുന്നുണ്ടോ? എന്തിന്റെ പേരിലാ? അവ എത്രത്തോളം അയാൾ വിറത്തു പോയതെന്തിന്റെ പേരിലാ? എത്രത്തോളം അല്ലാഹു അബൂ ലഹബിനെ വെറുത്തതെന്തുകൊണ്ടാ? എത്രത്തോളം അല്ലാഹു അബൂ ലഹബിനെ കഷ്ടപ്പെടുത്തിയതെന്തുകൊണ്ടാ? എത്രത്തോളം അല്ലാഹു അബൂ ലഹബിനെ വേദനിപ്പിച്ചതെന്തുകൊണ്ടാ? സഹിക്കാൻ പറ്റൂല. ആരും റസൂലിനെ വേദനിപ്പിച്ചാലും സഹിക്കാൻ പറ്റൂല. ആരും ഹബീബിനെ കഷ്ടപ്പെടുത്തിയാലും അല്ലാഹു സഹിക്കാൻ പറ്റൂല. ലോകത്തിലെ ഒരു മകൾപ്പരി പോലും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാതിരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശാപം പറഞ്ഞ അതേ വാക്ക് തിരിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ കൊടുത്തിട്ട് അബൂ ലഹബിന് എത്രത്തോളം ശാപം കൊടുക്കാനുള്ള കാരണം എന്തേ? ലോകത്തൊരു വസ്തു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കാതിരിക്കുന്നില്ല. നമുക്കിപ്പോ ഇത്തിരി താല്പര്യം കുറവാണ് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക്. കാരണം അവരാവശ്യപ്പെടുന്നതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവരാവശ്യപ്പെടുന്നതല്ല. ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ ആവശ്യപ്പെടുന്നതുണ്ട്. പ്രവാചക പ്രേമത്തിന് പകരം നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദുനിയാവിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദുനിയാവിലെ ഭൗതികമായ സുഖവും ആഡംബരവും ആനന്ദവും മാത്രമാണ് നിങ്ങൾ ഒന്നിരിക്കുന്നതെങ്കിൽ അത് പ്രവാചക പ്രഭുവിനെ സ്നേഹിച്ചതുകൊണ്ട് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട മംഗലാപുരം അടിയാറ് തലച്ചുകൂടിയവരെ നമുക്ക് ലഭിക്കുകയില്ല. ഒരിക്കലും അത് ലഭിക്കുകയില്ല. മറിച്ച് ആത്മീയമായ സുഖവും ഈമാനികമായ നിർവൃതിയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആഗ്രഹിച്ചു പോയാൽ അതൊരു പ്രവാചക പ്രേമത്തിലൂടെ നമുക്ക് ലോകത്തുള്ള സർവ്വതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോകത്തുള്ള സർവ്വതും അടിയാറിലെ ഈ പുഴയുടെ തീരത്തുള്ള മണൽത്തരികളിലൂടെ ഈ പറന്നു വരുന്ന ഇളം തെന്നിലൂടെ എന്റെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലുള്ള പച്ചിലകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ടേ മതിയാവുകയുള്ളൂ. ബുദ്ധിയും ബോധവും വിവേകവും അല്ലാഹു കൊടുത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന്റെ ഗൗരവം അറിയില്ല, അവർക്കതിന്റെ വിലയറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെന്ന് ദുനിയാവിന്റെ സുഖത്തിന്, രസത്തിന്, ആഡംബരത്തിന് വേണ്ടി ഓർത്തു നോക്കിയ നിങ്ങൾ എന്തൊക്കെ കോമാളിത്തരങ്ങൾ ലോകത്ത് നടക്കുക. കർണാടകയിലെ ചുമ്മന സമരം ഉണ്ടോ? അല്ലാഹു തരാതിരിക്കട്ടെ. ചില ചെറുപ്പക്കാർ ആമയും പറയൂല. കാരണം കേരളത്തിലെ പത്രത്തിലെ ഫോട്ടോ ഒക്കെ കണ്ട പുസ്തകം ഞങ്ങളിങ്ങനെ കുളിര് കോരിയ കർണാടകയിലൂടെ വന്നിരുന്നെങ്കിൽ അല്ലേ വന്നാ പിന്നെ നാശമാ. ആകെ ഇച്ചിരി ആ ഒരു പ്രശ്നം ഇല്ലാത്തത് കർണാടകയിലാണ്. കേരളത്തില് എല്ലാ ജില്ലയിലും ചുംബന സമരം നടക്കാൻ പോവാണ്. എല്ലാ ഭാഗത്തും നടക്കാൻ പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ സഹോദരങ്ങൾ, നമ്മുടെ യുവാക്കൾക്ക് ആത്മീയമായ നിർവൃതിയും രസവും സുഖവും ഒന്നുമല്ല ആവശ്യം. അതൊന്നുമല്ല ആവശ്യം. നമുക്ക് ആവശ്യമുള്ള ഒരു ഭൗതികമായ ഒരു രസവും ഒരു അടിച്ചു പൊളിക്കൽ. ചുംബനം എന്നതൊരു വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ഒരു രസമാണത്, ഒരു മാധുര്യമാണത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പ്രസംഗത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മക്കളുടെ നെറ്റിത്തടത്തിലേക്ക് ഞാൻ ചുംബനം കൊടുക്കുന്നത് അത് സുഖമാണ്. സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ ഒരു മുത്തം കൊടുക്കുമ്പോൾ അതൊരു സുഖമാണ്. സയ്യിദന്മാരുടെ കയ്യിൽ അങ്ങനെ ഒരു മുത്തം കൊടുക്കുമ്പോൾ അതൊരു മാനസികമായ ആത്മീയമായ നിർവൃതിയാണ്. പക്ഷെ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ചുംബനം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിന്റെ മുന്നിലൂടെ പരിചയപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിൽ നിന്ന് വിട പറയാൻ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരൊഴുകിയിട്ട് വന്ന് ആ നെറ്റിത്തടത്ത് ചുംബനം കൊടുത്തപ്പോൾ സഹാബികൾ ഇങ്ങനെ കൈകൊണ്ട് ആയി കാണിച്ചു. എന്റെ അബൂബക്കറെ കാണിക്കുന്നത് എന്റെ പ്രേമം, എന്റെ ഇഷ്ടം, എന്റെ സ്നേഹം ഞാൻ എന്റെ മുത്തിനോട് കാണിച്ചതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയാണ്. അതൊക്കെ വല്ലാത്ത ബന്ധമാണ്, അതൊക്കെ ഒരു വല്ലാത്ത സ്നേഹമാണ്. ഉമ്മായും ഉപ്പായും മക്കളും മാതാപിതാക്കൾക്ക് തമ്മിലുള്ള ചുംബനവും ആ ബന്ധവും, ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ചുംബനം, നേരം പുലരുന്നത് വരെ അങ്ങനെ ഒരു സ്നേഹ ചുംബനം പങ്കുവെച്ചു പോയാൽ അല്ലാഹുവിന്റെ മാലാഖമാർ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. പക്ഷെ ആ ചുംബനത്തെ ഇന്ന് വഴിയടയാളങ്ങളായി ഏറ്റവും മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഏറ്റവും മോശമായി ചിത്രീകരിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ഭാഗത്തൊക്കെ ചുംബനം നടത്തിയിട്ട് ചുണ്ടിൽ അടയാളം വരുത്താൻ വേണ്ടി കടന്നുപോയ ചെറുപ്പക്കാർ അവസാനം പോലീസിന്റെ ലാത്തി കൊണ്ട് മൂട്ടിൽ അടയാളവുമായി മടങ്ങി വന്നു. അതാണ് പത്രത്തിലുള്ളത്.
ആ ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ കഴിയുന്നത്. എങ്കിലും കാണാനുള്ള ആളുകൾ എത്രയാ, ചുംബന സമരം കാണാൻ വേണ്ടി ബസിന്റെ മുകളിൽ വറുതയിട്ട താത്തമുണ്ട്, മസ്തയിട്ട താത്തമുണ്ട്, മുഖം മറച്ച താത്തമുണ്ട്, മറയ്ക്കാത്ത താത്തയുണ്ട്, ഇക്കയുണ്ട്. എല്ലാവരും കുടുംബസമേതം വന്ന് കാണാൻ മത്സരിച്ചു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പ്രിയപ്പെട്ടവരെ 170 ദിവസമായി നിൽപ്പ് സമരം നടന്നുകൊണ്ടിരിക്കുന്നു കുടിവെള്ളത്തിന് വേണ്ടി. ഒരാളവിടെ തിരിഞ്ഞു നോക്കാനില്ല, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാൻ അവിടെ ആരുമില്ല. ചുംബന സമരം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ്. കാണുമ്പോൾ ചിലർക്കൊരു സുഖമാണ്, ചിലർക്ക് ചെയ്യുന്നതിനേക്കാളും സുഖം കാണുമ്പോഴാണ്. അതൊരു രോഗമാണ്, അങ്ങ് മാറിക്കോളും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഒരു അവസ്ഥ കർണാടകയിലേക്ക് കടന്നു വരാൻ നിങ്ങൾ സമ്മതിക്കരുത്. കാരണം വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിലെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സൂക്ഷിക്കുവാനുള്ളത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ കളരല്ലേ എന്റെ പ്രിയപ്പെട്ട മംഗലാപുരത്തുകാരെ, നിങ്ങളൊന്ന് വരെ ഏതൊക്കെ നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ? അതിനെക്കാളൊക്കെ ഏറ്റവും വലിയ ഹീറോയുടെ ഏറ്റവും വലിയ ശബ്ദത്തോടെ ഗാംഭീര്യത്തോടെ മുഴങ്ങിയിട്ടുള്ള റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം മുഴുവനും സ്നേഹിച്ചു. അല്ലാഹുവിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് മംഗലാപുരത്തിൽ, കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കടന്നു ചെന്നാൽ എല്ലാ പള്ളിയുടെ മിനാരത്തിലൂടെയും നമുക്ക് മുഴങ്ങാമല്ലോ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരംഭ റസൂലിന്റെ പേര് പറയാത്ത ബാങ്കുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയാത്ത ബാങ്കുകളുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് മുഴങ്ങാത്ത പള്ളികളുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മതിൽ മുഴങ്ങാത്ത മിനാരങ്ങളുണ്ടോ? ലോകത്തിൽ ഓരോ സെക്കൻഡിലും അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പറഞ്ഞു, നബിയേ, അങ്ങയുടെ നാമം നാം ഉയർത്തിയിരിക്കുന്ന നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാമം നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞാൽ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? ആ ഉയർച്ച എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? അല്ലാഹു പടച്ചതമ്പുരാൻ ഓരോ സെക്കൻഡിലും ആ പ്രവാചകന്റെ നാമം ഇങ്ങനെ ലോകത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന മാത്രമല്ല, ഖുർആനിൽ 6666 ആയത്തുകളിലൂടെ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ ആദം നബിയുടെ, ഹൂദ് നബിയുടെ, യൂസുഫ് നബിയുടെ, യൂനുസ് നബിയുടെ, ശുഐബ് നബിയുടെ, ദാവൂദ് നബിയുടെ, ഇല്യാസ് നബിയുടെ, ഇദ്രീസ് നബിയുടെ ആ പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അവനെ മുഴുവനും അല്ലാഹു വിളിച്ചതെങ്ങനെയാ? യാ നൂഹ്, യാ ഈസാ, യാ മൂസാ, യാ യഹ്യാ, യാ ദാവൂദ്, അങ്ങനെ തുടങ്ങിയ ഇബ്രാഹിം ഒരു പ്രവാചകന്മാരുടെ പേര് വിളിച്ചിട്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവരെ അഭിസംബോധന നടത്തുന്നതെങ്കിൽ നമ്മുടെ മുത്തായ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ മുഹമ്മദ് എന്ന് ഖുർആൻ വിളിച്ചിട്ടില്ല, യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർക്കിടയിൽ അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കുന്ന സ്നേഹം വല്ലാത്ത വലുതാ, അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന സ്നേഹം വല്ലാത്ത വലുതാ. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കാൻ മംഗലാപുരത്തുകാരെ ഒരിക്കലും കഴിയില്ല. അത് മനസ്സിലാക്കാൻ അധികാരത്തിന് വേണ്ടി പ്രവാചകനെ പ്രേരിച്ചാൽ കഴിയൂല. വേദനയോടെ നിന്നെ പ്രസവിച്ച ഉമ്മ, ആ ഉമ്മ മാറി നിൽക്കട്ടെ, ആ ഉപ്പ മാറി നിൽക്കട്ടെ, ആ ഭാര്യ മാറി നിൽക്കട്ടെ, ആ കുടുംബക്കാര് മാറി നിൽക്കട്ടെ, ആ കൂടപ്പറപ്പുകൾ മാറി നിൽക്കട്ടെ, നിന്റെ നേതാക്കന്മാര് മാറി നിൽക്കട്ടെ, നിന്റെ ബന്ധങ്ങളൊക്കെ മാറി നിൽക്കട്ടെ. എന്നിട്ട് കത്തിപ്പരന്ന സമരാവേശത്തോടെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹമെന്ന് പ്രിയപ്പെട്ടവരെ കടന്നു വരട്ടെ. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാ. സൂറത്ത് അംബിയായിലെ ആയത്തുണ്ടല്ലോ, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം എന്ന ആയത്തോടെയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. സഹാബികൾ ചോദിച്ചു, എന്തിനാ
പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരയുന്നത്? എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത സ്നേഹം കണ്ടോ? ഇബ്രാഹിം നബിയോട് അള്ളാഹു ദാഹിച്ച സ്നേഹം കണ്ടോ? ആ ഇബ്രാഹിം നബിയെ ചുട്ടുകരിക്കാൻ വേണ്ടിയിട്ട് ആകാശ ലോകത്തിലൂടെ പറന്നു പോകുന്ന പറമ്പുകൾ കരിക്കട്ടയായി പോകുന്ന അവസ്ഥ വരെ തീ വിശാലമാക്കിയിട്ട് അള്ളാഹു പടച്ചടം ആ ഇബ്രാഹിം നബി തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ സ്ഥൈര്യത്തോടെ കൂറത്തോടെ ഇഷ്ടത്തോടെ ആ തീക്കുണ്ടാരത്തിലേക്ക് ഒരു പറവയെ പോലെ പറന്നു കയറിയപ്പോ എയർ കണ്ടീഷനാക്കി അള്ളാഹു മാറ്റി കൊടുത്തില്ലേ? ഇബ്രാഹിം നബിയുടെ രോഗത്തിന് കേടുപാട് വന്നില്ല. ഇബ്രാഹിം നബിയുടെ ശരീരത്തിന്റെ രോഗത്തിന് കേടുപാട് വന്നില്ല. ആ ഇബ്രാഹിം നബി അള്ളാഹു അത്രത്തോളം സ്നേഹിച്ചത് ലോകത്തിന് മുഴുവനും അറിയുമല്ലോ. അതുകൊണ്ട് അള്ളാഹു കരഞ്ഞിട്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ സ്നേഹം ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തത് കത്തിക്കാളുന്ന തീക്കുണ്ടാരത്തിനകത്ത് ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലെ കേടുപാട് വരുത്താറ് കൊന്നൊടുക്കുന്ന രീതിയിലാണല്ലോ അല്ലാഹ് ശരീരത്തിന് പോരല് പോലെ നിൽക്കാൻ ഇബ്രാഹിം നബിയെ സംരക്ഷിച്ചല്ലോ അല്ലാഹ്. അങ്ങനാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരുടെ ഉമ്മത്തിൽ നിന്ന് ഒരാളെ പ്രവാചകനോട് നിങ്ങളുടെ സ്നേഹം ഞാൻ അറിയട്ടെ അല്ലാഹ്. ഇബ്രാഹിം നബിയെക്കാളും സ്നേഹം എന്റെ ഹബീബിനോടുണ്ടെങ്കിൽ അല്ലാഹ് ആട് കത്തുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് പ്രവാചക പ്രേമിയായ ഒരാള് രക്ഷപ്പെടുത്തുന്നത് കാണാറ് എന്നെ മരിപ്പിക്കല്ല അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള ആയത്ത് ഓതിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് അല്ലാഹുവോട് പറയാണ്, നിനക്ക് എന്റെ ഇബ്രാഹിം നബിയോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് ലോകത്തിന് മുഴുവനും അറിയാം. പക്ഷേ എന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പണമിട സ്നേഹം ജനങ്ങൾക്ക് അത് കുറവാണ് എന്ന് തോന്നിയാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇബ്രാഹിം നബിയെക്കാളും സ്നേഹം എന്റെ ഹബീബിനോട് നിനക്കുണ്ടെങ്കിൽ എന്റെ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ കത്തിയാളുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തുന്നത് എന്നെ കൊണ്ട് കാണിക്കാതെ മരിപ്പിക്കരുതല്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. എന്തൊരു വലിയ ദുആയാണ്. അവർക്ക് സഹിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ബേജാറും ഒരു വേദനയും സംഭവിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. മുസൈലിമത്തുൽ കദ്ദാബ് അബൂ മുസ്ലിം ഖൗലാനിയെ പിടിക്കുകയാണ്. രണ്ട് കൈയും രണ്ട് കാലും കെട്ടുകയാ. എന്നിട്ട് അബൂ മുസ്ലിം ഖൗലാനിയോട് മുസൈലിമത്തുൽ കദ്ദാബ് പറയുന്ന മാറണ, നീ എന്നെ കൊണ്ട് വിശ്വസിക്കുക തോന്നിനൂടി, എന്നെ കൊണ്ട് വിശ്വസിക്കുക, ഞാനാണ് പ്രവാചകനാണെന്ന് സമ്മതിക്കുക. മുഹമ്മദ് ഒരിക്കലും മുഹമ്മദ് പ്രവാചകനല്ല, ഞാനാണ് പ്രവാചകനാണെന്ന് സമ്മതിക്കണമെന്ന് മുസ്ലിമത്തുൽ കദ്ദാബ് അബൂ മുസ്ലിം അൽ ഖൗലാനി എന്ന പ്രവാചക പ്രേമം ഒരു തീകോളം പോലെ മനസ്സിന്റെ കത്ത് കത്തിപ്പടരുന്ന ആ സഹാബിയോട് പറയുമ്പോ അയാൾ പറയുമ്പോ ഇല്ല ഇല്ല, ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ തങ്ങളയാ, നീ കടന്നു പോരാ, നീ കള്ള പ്രവാചകനാ, നീ വിശ്വാസിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബിനെ ചവിട്ടിച്ചേക്കുമ്പോ ആ മുസൈലിമത്തുൽ കദ്ദാബ് പറയുന്നു, അങ്ങനാണെങ്കിൽ അബൂ മുസ്ലിം അൽ ഖൗലാനിയെ കരിച്ചു കളയുക, അബൂ മുസ്ലിം അൽ ഖൗലാനിയെ കരിച്ചു കളയുക, ഈ കുണ്ടാര പുലിക്കുകയാ, മുസ്ലിങ്ങളൊക്കെ പൊട്ടിക്കരയുകയാ, ഈ കുണ്ടാര പുലിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആൾപ്പടരുന്ന ഈ കുണ്ടാരത്തിനകത്തേക്ക് അബൂ മുസ്ലിം അൽ ഖൗലാനിയെ വലിച്ചെറിയാൻ പോവുകയാ. അബൂ മുസ്ലിം അൽ ഖൗലാനി പേടിക്കുന്നില്ല. പ്രവാചക പ്രേമത്തിന് വേണ്ടിയാണെങ്കിൽ കരിയട്ടെ, പകരട്ടെ, നശിക്കട്ടെ, വേദനയില്ലോ. പ്രവാചക പ്രേമത്തിന്റെ പേരിലാണെങ്കിൽ മരിക്കാൻ എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു കത്തിക്കാളുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അതേ മുസൈലിമത്തുൽ കദ്ദാബ് രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിക്കുകയാ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുഴുവനും സന്തോഷമായി ഒരു പ്രവാചകനെ കൊന്നെടുക്കാൻ കഴിയുന്നല്ലോ, ഒരു പ്രവാചക പ്രേമിയെ കൊന്നെടുക്കാൻ കഴിയുന്നല്ലോ. വലിയ സന്തോഷയിലൂടെ സന്തോഷത്തോടെ അവർ കാത്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ മുസ്ലിം അൽ ഖൗലാനി കത്തിക്കരഞ്ഞു കിടക്കുന്ന ചാരത്തിന്റെ മുമ്പിലേക്ക് ജനങ്ങൾ കടന്നു ചെല്ലുകയാ. ജനങ്ങളെല്ലാവരെ കടന്നു ചെന്നുകൊണ്ട് അബൂ മുസ്ലിം കത്തിക്കരഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ ചെല്ലുമ്പോ അബൂ മുസ്ലിം അൽ ഖൗലാനി ആ തീക്കുണ്ടാരത്തിനകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്.
ചൂടടിച്ചു പോയാൽ കരിഞ്ഞു പോകുന്ന അത്രത്തോളം ഗാംഭീര്യമായ തീരുമാനത്തിൽ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാ. ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടപ്പോ ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞെന്തറിയോ, എന്റെ മുത്തിനോടുള്ള പ്രേമം കൊണ്ട് അല്ലാഹു ചെയ്ത സഹായമാണ് ഇത്.